ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കൊച്ചി ടു ദുബായ് ട്രിപ്പ് കണക്ഷൻ ഫ്ലൈറ്റ് ത്രൂ ട്രാവൽ ചെയ്യാണ്. നമ്മുടെ കണക്ഷൻ വരുന്നത് കൊച്ചി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ഗോവ, ഗോവ ടു ദുബായ് ആണ്. ഏകദേശം ഒരു ഓൾമോസ്റ്റ് 24 hours ടോട്ടൽ ജേണി. അതിനകത്ത് 8 hours വെച്ച് ബാംഗ്ലൂരും ഗോവയും ഓൾമോസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു 2 കണക്ഷൻ എടുക്കുന്നത്. ഒരു കണക്ഷൻ ഞാൻ ഓൾറെഡി മുമ്പത്തെ ജേണിയിൽ എടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒമാൻ എയറിൻ്റെ മറ്റു വീഡിയോയിലൊക്കെ ആയിട്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു 2 കണക്ഷൻ അതായത് 2 എയർപോർട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ദുബായിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ജേണി ആയിരിക്കും ഇന്നത്തെ യാത്രയിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉണ്ടായിരിക്കുക. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മുടെ വിസ്താരയാണ്. നമുക്ക് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. നമ്മൾ ബോർഡ് ചെയ്ത് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ഈ ഒരു കേരള കലാമണ്ഡലത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു തരത്തിലുള്ളൊരു സ്റ്റാച്ചു ഒക്കെ കാണാം. നല്ല അതിഭീകര തിരക്കാണ് നമുക്ക് കൗണ്ടറിലെല്ലാതും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ ഇൻ്റർനാഷണൽ കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ഒരു ജേണിയാണിത്. ഭയങ്കര റഷായിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരുന്നത് ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന ടൈമിൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ചെക്ക് ഇൻ പ്രൊസീജിയറും സെക്യൂരിറ്റി പ്രൊസീജിയറൊക്കെ. നല്ല റഷ് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഫ്ലൈറ്റ് മിസ്സാവണ ഒരവസ്ഥ വരെ ഏകദേശം എത്തി. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ്സ് മാക്സിമം ഒഴിവാക്കുക, നിങ്ങൾ റഷ് ആണെന്നുണ്ടെങ്കിൽ. ബാക്കി വീഡിയോസ് നമുക്ക് നേരിട്ട് കാണാം എന്തൊക്കെയാവും എന്നുള്ളത്. ഇനി നമുക്ക് ലോഞ്ച് ഒന്ന് പരിചയപ്പെടാം. എർത്ത് ലോഞ്ച് തന്നെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനലും ലോഞ്ചിൻ്റെ പേര്. ഇവിടെ ഒരു ചെറിയൊരു മിനി ബാറുണ്ട്, എക്സിക്യൂട്ടീവ് ബാറുണ്ട്. നമ്മുടെ ലോഞ്ചിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ഓഫ് കോഴ്സ് ഫ്ലൈറ്റ്സ് തന്നെയാണ്. ഇൻഡിഗോ ആണ് നിറഞ്ഞ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. നമുക്ക് ബാംഗ്ലൂർ പോകാനുള്ള വിസ്താര എയർലൈൻസ് വന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 20-30 മിനിറ്റ്സിനകത്ത് ബോർഡിംഗ് കോൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആളുകളിവിടെ ഗേറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വിസ്താരയിൽ പോകുന്നത്. അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണക്ഷൻ എസ്പെഷ്യലി ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് ഫ്ലൈറ്റിൻ്റെ ചാർജ് കുറഞ്ഞു കിട്ടും. പക്ഷേ ഞാൻ പിന്നെയും പറയുന്നു, നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡയറക്റ്റ് ഫ്ലൈറ്റ് ചൂസ് ചെയ്യുക. കാരണം കണക്ഷൻ ഫ്ലൈറ്റിൽ ഡിലേ, മറ്റു കാര്യങ്ങൾ, മറ്റ് എയർപോർട്ടുകളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ടോട്ടൽ നമ്മുടെ സ്റ്റേഷനിൽ എത്തുന്നതിനെ ബാധിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ. ഓൺലി നമ്മൾ സേവിങ്സ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറി. ഇതാണ് നമ്മൾ വിസ്താര എയർലൈൻ്റെ ഇൻറ്റീരിയർ. എല്ലാതും നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ലെഗ് സ്പേസ് കുറച്ച് കുറവായിട്ടാണ്. എക്കണോമിക്കൽ ഫ്ലൈറ്റ് സാധാരണ ഫീൽ ചെയ്യാത്ത പോലെ ലെഗ് സ്പേസ് കുറച്ച് കുറവാണ്. കൂടാതെ നെക്സ്റ്റ് സീറ്റിൻ്റെ ബാക്കിൽ USB സ്ലോട്ട് ചെറിയ ഡാമേജൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. വർക്കിംഗ് ആണ്, പക്ഷേ അതിൻ്റെ പുറത്തത്തെ ആ ഒരു കവറിങ് എല്ലാതും മിസ്സായിട്ടുണ്ട്. അപ്പോൾ കൃത്യം 9:10 ഫ്ലൈറ്റ് എടുക്കേണ്ടത്. ആ ടൈമിൽ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിനായിട്ടുള്ള ബാക്കിലേക്ക് നമുക്ക് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് റൺവേയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എയർ ഇന്ത്യ നമ്മുടെ കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ടോട്ടലി. ഈ ഒരു ടൈമിൽ ചെറുതായിട്ടുള്ള റെയിനും കാര്യങ്ങളും എല്ലാതും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് സിഗ്നൽ കിട്ടി. നമ്മൾ റൺവേയിൽ നിന്ന് പതുക്കെ പൊന്തുകയാണ്. എയർലൈൻ നിങ്ങൾക്ക് ബാക്കിൽ കാണാം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വ്യൂ. നമുക്ക് അറിയാവുന്ന പോലെ, കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവില്ല, വേൾഡിൽ ഫസ്റ്റ് ഫുള്ളി സോളാർ പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വേൾഡിൽ ഫസ്റ്റ് എയർപോർട്ടാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നിങ്ങൾക്ക് താഴെ സോളാർ പാനലൊക്കെ അതിനുവേണ്ടി ഫിക്സ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ കാർ പാർക്കിംഗ് ഏരിയയിലൊക്കെ സോളാർ പാനൽ തന്നെയാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ടുള്ളത്. സോ അത്രയധികം ഇലക്ട്രിസിറ്റി ഇതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റിൻ്റെ, അതായത് എയർപോർട്ടിൻ്റെ എല്ലാതരം വർക്കുകളും അതിനകത്ത് നിന്ന് തന്നെയാണ് അവർ കറണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് കണ്ടെത്തുന്നത്. ഫ്ലൈറ്റ് എടുത്ത് ഏകദേശത്തെ മേഘത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇനി നമുക്ക് ഫ്ലൈറ്റിനുള്ളിലെ അപ്ഡേറ്റ്സ് നമുക്ക് കാണാം. ഇതാണ് വിസ്താര എയർലൈൻ്റെ എൻ്റർടൈൻമെൻറ്റ് ബാറിൻ്റെ ഒരു ഇത്. നമ്മൾ മൊബൈലിൽ സ്ട്രീം ചെയ്യും, ആൻഡ്രോയിഡ് ഡിവൈസിലൊക്കെ നമുക്ക് സ്ട്രീം ചെയ്യാം QR കോഡ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് മറ്റേ മ്യൂസിക്, മൂവീസൊക്കെ നമുക്ക് അതിനകത്ത് കാണാം. ഫ്ലൈറ്റിൻ്റെ നാവിഗേഷനൊക്കെ അതിനകത്ത് നിന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ. നമുക്ക് ആവശ്യമുള്ള ഓഡിയോ, മാപ്പ്, മാഗസിൻ, മറ്റു കാര്യങ്ങളെല്ലാത്തും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം നിമിഷങ്ങൾക്കകം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർ കൊണ്ടുവന്ന് തന്നു. നല്ല വെൽ പാക്ഡ് ആയിട്ടുള്ള ബോക്സാണ് നമുക്ക് കിട്ടിയത്. അത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു വാട്ടർ കാണാം,
പിന്നെ അതിനോട് ഒപ്പം തന്നെ ഒരു കോൺ ചീസ് സാൻഡ്വിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തായിരുന്നു. ആ ഒരു മീല് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പ്ലസ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു കെച്ചപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് കുക്കീസും ഇതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് വൺ ബണ്ണായിട്ട് നോക്കാം. ഇതാണ് വിസ്താരയുടെ വെൽ പാക്ഡ് ആയിട്ടുള്ള കുക്കീസ്. 2 കുക്കീസാണ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് അവരിതിൻ്റെ കൂടെ നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടി കുക്കീസുണ്ട്. നമ്മൾ ഏകദേശം ബാംഗ്ലൂർ എത്താറായി. ജസ്റ്റ് ഒരു നിയർലി 30 മിനിറ്റ്സിൻ്റെ ജേണിയാണ് ബാംഗ്ലൂർ സിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കാണുന്നത്. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡിങ്ങിനായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മൾ പതുക്കെ അടുക്കാണ്. ലാൻഡ് ചെയ്യാണ് ഫ്ലൈറ്റ്. ലാൻഡ് ചെയ്ത് ഗേറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് പുതിയ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിട്ടുള്ള A350 അവിടെയൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാം. ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് A350 സർവീസസ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്കുള്ള വഴിയാണ്. അവിടെ നല്ലൊരു വാട്ടർഫോളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു 8 hours ഉണ്ട്. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ കാണാം. നമുക്ക് അങ്ങനെ ചെറിയൊരു 1-2 മണിക്കൂറത്തെ ഒരു ഔട്ടിങ്ങിന് ശേഷം തിരിച്ച് നമ്മുടെ ടെർമിനൽ 2ലേക്ക് എത്തിയിരിക്കുകയാണ്. ടെർമിനൽ 2 തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. അതാണ് ഇപ്പോൾ നമ്മൾ പിന്നെയും തിരിച്ച് റീ എൻട്രി ചെയ്യുന്നത് ടു ഗോവ. നമുക്ക് കാണാം എയർപോർട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സിമിലറായിട്ട് തോന്നിയത് സിംഗപ്പൂർ എയർപോർട്ടായിട്ടാണ്. ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഒരു സിമിലിയർ ഒരു തരത്തിലുള്ള ഇത് തന്നെയാണ് സിംഗപ്പൂർ എയർപോർട്ടിലും. നമ്മൾ മറ്റു എയർപോർട്ടുകളെ പോലെ താഴെ അറൈവലും മുകളിൽ ഡിപ്പാർച്ചറായിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ചെറിയ ട്രീസൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ മുകളിലൊക്കെ ഹാങ് ചെയ്തിട്ടും നല്ലൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരുപാട് കൗണ്ടേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാം. ഇപ്പോൾ സെൽഫ് ചെക്ക് ഇൻ ആയിട്ടുള്ള കൗണ്ടേഴ്സ് ഒരുപാടുണ്ട്. ഞാൻ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് എനിക്ക് സെൽഫ് ബാഗ് ഇൻ ഡ്രോപ്പേജ് കൗണ്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. നോർമൽ കൗണ്ടറിൽ തന്നെ നിന്നിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പീഡി പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ പിന്നെയും നല്ല ഗ്രീനറി ആയിട്ടുള്ള ഏരിയയാണ്. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടും ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ ഒരു വെള്ളച്ചാട്ടം കാണാം. നമ്മളതിൻ്റെ ക്ലോസപ്പിലേക്ക് വരുന്നുണ്ട് സെക്യൂരിറ്റി ചെക്കിന് ശേഷം. പിന്നെയും അതിൻ്റെ അടുത്തേക്ക് വരാം. അത് ആ വാട്ടർഫോളിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് ശബ്ദം ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മളത് കഴിഞ്ഞ് ലോഞ്ച് ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ ഷോപ്പുകൾ നമുക്ക് ചുറ്റും കാണാം. ബോസിൻ്റെ ആയിക്കോട്ടെ, സ്റ്റാർബക്സ്, ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടിം ഹോട്ടൻസിൻ്റെ ഒരു കോഫി ഷോപ്പ്, നമുക്ക് ടീ ഷോപ്പ് നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ഈ ഒരു എയർപോർട്ടിലേക്ക് കൊണ്ടുവരാൻ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അതാണ് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു എയർപോർട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസിലും മറ്റും ഞാൻ കണ്ടിരുന്നു ആൾക്കാരൊക്കെ ഷോപ്പിങ്ങും മറ്റ് ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 080 എന്നാണ് ഇവരുടെ ലോഞ്ചിൻ്റെ പേര്. നമുക്ക് ലോഞ്ചിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ലോഞ്ച് ആക്സസ് എടുത്തു. നമ്മുടെ 4th ഫ്ലോറിലും 3rd ഫ്ലോറിലായിട്ടാണ് ലോഞ്ച് നിൽക്കുന്നത്. 4th ഫ്ലോറിൽ നമ്മൾ എത്തി. നമ്മൾ ലോഞ്ചിലേക്കുള്ള പാസ് എല്ലാം, ബോർഡിംഗ് പാസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരിട്ടിട്ട് ഉള്ളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. എയർ ഇന്ത്യക്ക് ഒരു സെപ്പറേറ്റ് കൗണ്ടർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ലോഞ്ചിൻ്റെ വിശാലമായിട്ടുള്ളൊരു വ്യൂ. ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റിയും ഡിഫറെൻറ്റ് നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. പലതരത്തിലുള്ള ടേബിളുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ക്യൂബിക്കിൾസായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് കാണാം. ഇതൊരു റെട്രോ ബാറാണ്. അപ്പോൾ അതിനകത്തൊരു എക്സിക്യൂട്ടീവ് ബാറിൻ്റെ വേറൊരു ഫോമാണ്. ചെറുതായിട്ട് പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ലിക്വർ കഴിക്കണമെന്നുണ്ടെങ്കിലോ ആൽക്കഹോൾ കൺസംഷനൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് നമുക്കത് ചെയ്യാം. കോട്ട അനുസരിച്ച് നമുക്ക് കിട്ടും. ഇതൊക്കെ ഫാമിലിയായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ല സൗകര്യമുള്ള പല സ്ഫിയർ ഷേപ്പിലും ഒക്കെ ആയിട്ട്, ഹാഫ് സ്ഫിയർ, സെമി സ്ഫിയറൊക്കെ ആയിട്ടുള്ള
നല്ലൊരു ഇൻറ്റീരിയറൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. നല്ല സ്പേഷ്യസ് ആണ് ഓവറോൾ നമുക്ക് ഈ ഒരു എയർപോർട്ട് ലോഞ്ച് എന്ന് പറയുന്നത്. നല്ലൊരു ഹോട്ടൽ സെറ്റപ്പ് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ഫുഡ് കൗണ്ടേഴ്സ് കാണാം. ഞാൻ ഓൾറെഡി ഫുഡ് എടുത്തു, അതിനുശേഷമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല വിശാലമായിട്ടുള്ള കോണ്ടിനെൻ്റൽ ഫുഡ്, നാടൻ ഫുഡും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു മിക്സപ്പാണ്. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഒരുപാട് പേര് ലോഞ്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല റഷ് ഉണ്ട്. എന്നാലും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പോർഷനാണ് ബിസിനസ് കണക്ട് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ക്യൂബിക്കിൾസ് ഉണ്ട്, ബിസിനസ് ക്യൂബിക്കിൾസ് ഉണ്ട്. നമുക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ലാപ്ടോപ്പോ നമ്മുടെ പേഴ്സണൽ ഡിവൈസൊക്കെ വെച്ചിട്ട് ഈ കാണുന്ന റെഡ് മെറൂൺ കളറിലുള്ള ഈ ഒരു ക്യൂബിക്കിൾ നമുക്ക് ഉപയോഗിക്കാം. നമുക്കൊരു പേഴ്സണൽ സ്പേസ് നമുക്ക് അവിടെ കിട്ടും. എന്തെങ്കിലും മീറ്റിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഒരു ചെയറും ഒരു ടേബിളും പിന്നെ ഹോൾഡറൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് 2 എയർ ടിക്കറ്റും ഫ്ലൈറ്റ് ചെക്ക് ഇൻ ടിക്കറ്റുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്നത് ബാംഗ്ലൂർ ടു ഗോവ ഉള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണ്. അതിൻ്റെ നേരെ ഇപ്പുറത്ത് ഗോവ ടു ദുബായ് ടെർമിനൽ 2ൻ്റെ ടിക്കറ്റാണ്. കാരണം ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒരുമിച്ച് അതിൻ്റെ ടിക്കറ്റ് നോർമലി അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നമുക്ക് ഒരുമിച്ചാണ് കിട്ടുക. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഗോവയിൽ എത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ട്രാൻസ്ഫർ വഴി നമുക്ക് നേരിട്ട് അടുത്ത എയർലൈനിൻ്റെ ഗേറ്റിലേക്കോ അല്ലെങ്കിൽ ലോഞ്ചിലേക്കോ നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ ലോഞ്ച് ടൈം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങിക്കുകയാണ്. അപ്പോൾ പുറത്തിറങ്ങി തന്നെ നമുക്ക് അർമാനി എക്സ്ചേഞ്ചിൻ്റെ വലിയൊരു ഷോറൂം കാണാം. ഫാബ് ഇന്ത്യയുടെ ഷോപ്പ് നമുക്ക് കാണാം. ഫോസിലിൻ്റെ നല്ലൊരു ഷോപ്പ് നമുക്ക് കാണാം. നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസും ആളുകൾക്ക് ഇതിനകത്ത് ഈ എയർപോർട്ടിനകത്ത് കിട്ടുന്നുണ്ട് എന്നാണ് അവരുടെ പുതിയ ടെർമിനലിൻ്റെ നല്ലൊരു അഡ്വാൻറ്റേജ്. സ്റ്റാർബക്സ്, എവിടെയും സ്റ്റാർബക്സിന് മുമ്പിലെത്തി. നമ്മൾ ഓൾറെഡി കോഫിയൊക്കെ അവിടെ നിന്ന് എടുത്തതുകൊണ്ട് ഇനി വേറെ അഡീഷണൽ കോഫി ആവശ്യമില്ല. ഞാൻ ലോഞ്ച് കിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർബക്സിൽ കയറാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാണ്. ഇവിടെ ഒരു RCB കൗണ്ടർ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. RCB ഫാൻസിന് ലിക്കർ കഴിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ട് ഇവിടെ നല്ല രീതിയിൽ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. RCB ഫാൻസിന് എന്തായാലും ഒരു ബാംഗ്ലൂരാണല്ലോ, ഓഫ് കോഴ്സ് RCBയുടെ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡായിട്ട് നമുക്ക് വിരാട് കോഹ്ലിൻ്റെയും സ്മൃതി മന്ദാനയുടെയും ഒക്കെ ഫോട്ടോസ് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഗേറ്റിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ ഇവിടെ ബാംഗ്ലൂർ A350 എടുപ്പുണ്ട്. ചെറിയ ഇൻഡിഗോ വിമാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് പോയിട്ടൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ട്. നമുക്ക് ദൂരെ ഒരു വിമാനം ലാൻഡിങ്ങിന് പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പം നമുക്ക് നല്ല അടിപൊളിയാണ്. ഇപ്പോൾ നല്ല വ്യൂ കിട്ടുന്ന ഗ്ലാസ് ഉള്ള ഗേറ്റുകളായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ആംഗിളിൽ നിന്നും നമുക്ക് ഡിഫറെൻറ്റ് വ്യൂസൊക്കെ നമുക്ക് ഓരോ ഫ്ലൈറ്റിൻ്റെയും പാർക്ക് ചെയ്യുന്നതും ലാൻഡിങ്ങും ടേക്ക് ഓഫൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് മിക്ക ഇവിടെ ഗേറ്റും ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞാൻ ശ്രദ്ധിച്ചത്. പുതിയതായിട്ട് അവർ റിനോവേറ്റ് ചെയ്തതാണ് ഈ ടെർമിനലൊക്കെ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആകാശ എയർ കാണും നമുക്കിവിടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആകാശ എയർ കാണുന്നത് ഒരു എയർപോർട്ടിൽ നിന്നുകൊണ്ട്. ഏകദേശം ഒരു 2 years സർവീസ് അവരുടെ ബെസ്റ്റായിട്ട് പോകുന്നു. നമ്മുടെ ബോർഡിംഗ് അനൗൺസ്മെൻറ്റ് വന്നു. നമുക്കിനി ഫ്ലൈറ്റിലേക്ക് കയറാം. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഗോവയ്ക്കുള്ള ഫ്ലൈറ്റിൽ നമ്മൾ കയറി. ജസ്റ്റ് 30 minutes മാത്രമേ ഇവിടുന്ന് ട്രാവലുള്ളൂ ബാംഗ്ലൂർ ടു ഗോവ. അപ്പോൾ നമുക്ക് നോർമൽ സീറ്റ് തന്നെയാണ്. എക്കണോമിക്കൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നോർമൽ സീറ്റിംഗ് ആണ്. നല്ല അടിപൊളി ഒരു വ്യൂ എനിക്ക് ഇതിനകത്ത് നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നമ്മുടെ സീറ്റിൻ്റെ ഗ്ലാസ്സിൽ നിന്ന് നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല കാർമേഘങ്ങൾ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന നല്ലൊരു അടിപൊളി വ്യൂ ആയിട്ട് എനിക്ക് തോന്നി. നല്ല ക്ലിയർ സ്കൈ. ഒരുപാട് കാലമായി ഞാനിങ്ങനെ സ്കൈ കണ്ടിട്ട് ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് അല്ലെങ്കിൽ നല്ല ക്ലൗഡിയൊക്കെ ആയിരിക്കും. നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന പോലത്തെ സെറ്റപ്പാണിത്. നമ്മൾ ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പയ്യെ അടുത്ത് തുടങ്ങി. ഫ്ലൈറ്റ് ലാൻഡിങ്ങിനുള്ള പ്രിപ്പറേഷനാണ്. നേരെ കാണാം ബീച്ച് കാര്യങ്ങളൊക്കെ. ഗോവയുടെ മെയിൻ ബീച്ച് തന്നെയാണല്ലോ. അപ്പോൾ നമുക്കതൊക്കെ ഈ ഒരു വ്യൂവിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ സമയം 5:20 ആയിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് സമയം ഇനി പെൻഡിങ് ഉണ്ട്. നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് വരുന്നത് നെക്സ്റ്റ് ഡേ പുലർച്ചെ 1:10 സോ ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ ഉള്ളൊരു മൈൻഡ് സെറ്റിലാണ്. നമുക്ക് ജസ്റ്റ് നിയർ ബൈ ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിലേക്കൊന്ന് ജസ്റ്റ് പോയിട്ട് വരാം. ഒരു 4 kilometers ഉള്ളൂ. ബോഗ്മാല ബീച്ചാണ് ബീച്ചിൻ്റെ പേര്. അപ്പോൾ ആ ബീച്ചിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഓക്കെ, നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ അല്ല. നമ്മുടെ നാട്ടിലെ സാധാ ബീച്ചുകളുടെ ഒരു ക്വാളിറ്റി മാത്രമാണ് ഈ ഒരു ബീച്ചിലുള്ളൂ. മേ ബി ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് ബീച്ചുകളുണ്ട്. അങ്ങോട്ടേക്ക് പോയാൽ നല്ലതായിരിക്കും. ഫോറിനേഴ്സിനൊന്നും ഈ ബീച്ചിൽ തീരെ കാണാനായിട്ട് സാധിച്ചില്ല.
എങ്ങനെയെങ്കിലുമൊക്കെ സമയം പോകേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ക്യാമറ തിരിച്ചും മറിച്ചുമൊക്കെ പിടിച്ച് ഇവിടെ കിടന്ന് നടന്ന് ചെറിയൊരു ചിക്കൻ ലോലിപോപ്പൊക്കെ കഴിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് നല്ലൊരു റെക്കമെൻഡബിൾ ആയിട്ടുള്ളൊരു ബീച്ചല്ല. ഈ ഒരു ബീച്ച് നിങ്ങൾ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ എൻ്റെ ബീച്ച് വിസിറ്റ് മതിയാക്കി ഞാൻ തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ ടാക്സി പിടിച്ച് എത്തി. അപ്പോൾ എയർപോർട്ടിലേക്ക് ഈ ബീച്ചിലേക്ക് ഏകദേശം 500 രൂപയാണ് അവർ മേടിക്കുന്നത് വൺ സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 കിലോമീറ്റർ നടക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഒരുപാട് ടൈമിന് ശേഷം ഞാൻ ചെക്ക് ഇൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഗേറ്റിലെത്തിയിട്ടും വേറെ പ്രത്യേകിച്ച് ഇവിടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊന്നും കാണാൻ സാധിച്ചില്ല. ഈ ഒരൊറ്റ 2 ഗേറ്റ് മാത്രം തന്നെ ഇവിടെ ഉള്ളൂ. ഭയങ്കര ഹെവി ടാസ്ക്കാണ് ഈ ഒരു ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി ഇവിടുന്ന് ഞാൻ ദുബായ് വരെയുള്ള വീഡിയോസ് സെപ്പറേറ്റ് എടുക്കുന്നില്ല. കാരണം എനിക്ക് ഗോവത്തെ ലോഞ്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇൻ്റർനാഷണൽ സെക്ടറിൽ ഇവിടെ ലോഞ്ച് ഇല്ല. ആകെ 1-2 ഗേറ്റ് മാത്രമേ ഇവിടെ അവൈലബിൾ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരിക്കലും ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഡൊബാലിം എന്നാണ് അതിൻ്റെ പേര്. ലൊക്കേഷൻ്റെ പേരാണോ അതോ എയർപോർട്ട് നെയിമാണോ എന്ന് എനിക്കറിയില്ല. GOA എന്ന് പറഞ്ഞിട്ടുള്ള കോഡുള്ള അയാട്ട കോഡുള്ള എയർപോർട്ട് നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. കാരണം നിങ്ങൾക്ക് അതിനകത്ത് ലോഞ്ചില്ല. പിന്നെ ആകെ കൂടി ഒരു ഫ്ലൈറ്റാണ് ഡെയിലി, 1-2 ഫ്ലൈറ്റാണ് മാക്സിമം ഡെയിലി ഇൻ്റർനാഷണലി ഇവിടുന്ന് പോകുന്നുള്ളൂ. ആ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ആ 2 ഫ്ലൈറ്റുകളുള്ളത്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണലി പോകുന്നതിൻ്റെ ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഈ ഒരു എയർപോർട്ടിൽ അവൈലബിൾ അല്ല. ഒരുപാട് ക്യൂ നിന്നിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈവൻ നമുക്ക് ചെക്ക് ഇൻ ഗേറ്റിൽ നിന്ന് കടന്നിട്ട് സെക്യൂരിറ്റി പാസ് ചെയ്തിട്ട് നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിയാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ടൈം നമുക്കെടുത്തു. ഒരുപാട് പേർക്ക് അതിനകത്ത് സീറ്റ് കിട്ടിയില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ട്രാവലിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കണക്ഷൻ ഫ്ലൈറ്റായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഗോവ ചൂസ് ചെയ്യാതിരിക്കുക എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. നിങ്ങൾ പൈസ മാത്രം ആണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നോക്കാം. അതല്ല മറ്റ് സൗകര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഗോവ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ നിങ്ങൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഗോവ വഴി പോവാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഗോവ നോർത്തിൽ വേറൊരു എയർപോർട്ട് ഉണ്ട്, എനിക്ക് അതിൻ്റെ പേര് അറിഞ്ഞുകൂടാ. നിങ്ങൾ അതിൽ നിന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. GOI എന്ന് പറഞ്ഞുള്ള കോഡ് ഉള്ള ഓപ്ഷൻ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിന് അത്ര സ്യൂട്ടബിൾ അല്ല. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിന് ഓക്കെയാണ്, കാരണം ഡൊമസ്റ്റിക് ലോഞ്ചസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതാണ് എൻ്റെ ഒരു ഓവറോൾ ജേണി. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റും, ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഫ്ലൈറ്റും കണക്ഷൻ ഫ്ലൈറ്റും നമ്മുടെ ഡിഫറൻസൊക്കെ പറഞ്ഞിട്ട്. അത് കാണാത്തവരും അത് കണ്ടു നോക്കുക. അപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നമുക്കിവിടെ ഗുണം നമ്മുടെ ടൈം സേവിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞത് നമുക്ക് ഓരോ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് ടോട്ടൽ ഇപ്പോൾ സീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ എമൗണ്ടിൽ ഒരു കുറവ് വരും. അപ്പോൾ അങ്ങനെ ഒരു കുറവ് നോക്കിയിട്ട് ഞാനിപ്പോൾ എടുത്തതാണ്. പക്ഷേ അതെനിക്ക് അത്രത്തോളം വർത്തായിട്ട് തോന്നിയില്ല. ചെറിയ എമൗണ്ട് കൂട്ടിയാലും ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്താൽ മതിയായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫെസിലിറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ പിന്നെയും കണ്ടുമുട്ടാം. ബൈ.